ഒരു പൈലറ്റിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ലൈൻ ഡ്യൂട്ടിയിൽ കൊണ്ടുവരാൻ പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇത് സാധാരണ ഒരു സ്കില്ല് പോലെ അല്ലോ ഇത്. അവരുടെ ലൈസൻസിങ് നോക്കണം, അവർക്ക് അവരുടെ ലൈൻ ചെക്ക്, ഒരുപാട് കാര്യങ്ങൾ പുറകിലുണ്ട്. അപ്പൊ ഇത് ഫേസ് ചെയ്യുന്നത് ഇത് ഇൻഡിഗോയ്ക്ക് സാധിക്കുന്ന കാര്യമല്ല. സാധിക്കാം, പക്ഷെ ഇറ്റ് നീഡ്സ് മണി. രണ്ടാമത് കാര്യം നൈറ്റ് ലാൻഡിങ്. അവർ പറയുന്ന വെച്ചാൽ രാവിലെ രാത്രി 12 മുതൽ 6 മണി വരെ 2 ലാൻഡിങ്ങിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല ഒരു പൈലറ്റ്. ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ ഡെയിലി 6 ലാൻഡിങ് ആണ് ചെയ്യിപ്പിക്കുന്നത്. അവരുടെ ഓപ്പറേഷൻസ് എല്ലാം റെഡ് ഐ ഫ്ലൈറ്റ്സ് എന്ന് പറയും. മിഡ് നൈറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, ചെലവ് കുറവാണ്. അപ്പോ 6 ലാൻഡിങ്ങിൽ നിന്ന് 2 ലാൻഡിങ്ങിലേക്കാണ് കുറച്ചിരിക്കുന്നത്. അതും അടുപ്പിച്ച് 2 ദിവസം ചെയ്യാനും പാടില്ല. ശരിക്കും പറഞ്ഞാൽ ടൈറ്റ് ആക്കിയിരിക്കുക DGC. ആരുടെ ഈ പറയുന്നത് ഇത് നടപ്പിലാക്കാൻ വർഷങ്ങൾ കൊടുത്തു. 2024 മെയ്യിലാണ് പറഞ്ഞത് നടപ്പിലാക്കാൻ. അത് എക്സ്റ്റെൻഡ് ചെയ്ത് അപ്പീൽ പോയി. ഇപ്പോൾ ഈ അവസരത്തിലാവും ഇന്ന് പോലും അത് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുന്നതിന്റെ പുറകിൽ എന്ന് പറയുന്നത് നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ്. മോണോപ്പൊളി 60% ഇന്ത്യയിലെ ഏവിയേഷൻ കൺട്രോൾ ചെയ്യുന്ന ഇൻഡിഗോന് നിഷേധാത്മകമായിട്ടുള്ള പ്രതികരണം മാത്രമാണ്. ഫുൾ രാജ്യത്തെ ഹോസ്റ്റലാക്കി വെച്ചിരിക്കുകയാണ് അവർ. ഏവിയേഷൻ സെക്ടർ മാത്രമല്ല, ബോംബെ, ഡൽഹി, അതോടൊപ്പം ബാംഗ്ലൂർ എല്ലാ എയർപോർട്ടിലെയും മാക്സിമം ഹബ്ബുകൾ, സ്ലോട്ടുകൾ എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഇൻഡിഗോയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹോൾ രാജ്യത്തെ അവർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് സാധാരണ ആളുകളെ ഒരു വെല്ലുവിളി തന്നെയാണ്. ഇങ്ങനെയായിരിക്കും മോണോപ്പൊളി. ഒരു ബിസിനസ്സിൽ ഒരു ആൾ മാത്രമായി ഇതായിരിക്കും സംഭവിക്കുന്ന സാധനം. അതിൻ്റെ അത് സംഭവമുണ്ട്. ഞാൻ ചില ഡാറ്റ നോക്കി കഴിഞ്ഞപ്പം ഇൻഡിഗോയിൽ ഏകദേശം 337 ഫ്ലൈറ്റുകളുണ്ട് ടോട്ടൽ ഇന്ത്യയിലും. ഇൻ്റർനാഷണലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് ഏകദേശം 1000-1000ഓളം പൈലറ്റുമാരുടെ, അതായത് കമാൻഡേഴ്സിൻ്റെ കുറവുണ്ട് മേജറായിട്ടുള്ള. അതേപോലെ കോ പൈലറ്റ് അതും പറയുന്നു ഏകദേശം 1500ഓളം പേരുടെ കുറവുണ്ട്. അതേപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റാഫ് അവർക്ക് കുറവുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ 2 മാസമായിട്ട് അവർ കംപ്ലീറ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്തേക്കുക.